ഇന്ന് കേരളത്തിലെത്തുന്നൊരു സഞ്ചാരിക്ക് അവരുടെ ഫോണിൽ നിന്നൊരു സന്ദേശം അയച്ചാൽ മതി. 24 മണിക്കൂറും സഹായിക്കാൻ തയ്യാറായി ഒരു ഡിജിറ്റൽ ഗൈഡ് കാത്തിരിക്കുന്നുണ്ട്. അതെ, ഇത് കാണിക്കുന്നത് കേരളത്തിൻ്റെ ടൂറിസത്തിലെ AI സ്വാധീനമാണ്. ടൂറിസം സെക്ടറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്താകമാനം അത്ഭുതകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിലാണെങ്കിലും അതിൻ്റെ തുടക്കമിട്ട് കഴിഞ്ഞു. മായ ചാറ്റ് ബോട്ട്, AI കിയോസ്കുകൾ, സ്മാർട്ട് ഹോട്ടലുകൾ, സാങ്കേതികവിദ്യയുടെ വളർച്ച കേരള ടൂറിസത്തിലെ എല്ലാ മേഖലകളിലും പ്രകടമാണ്. സാങ്കേതികവിദ്യയുടെ കരുത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് ലോകത്തിലെ മികച്ച സ്മാർട്ട് ഡെസ്റ്റിനേഷൻ ആവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ കേരള ടൂറിസം സെക്ടറിലെ AI ഇൻ്റഗ്രേഷൻ ഇത്രത്തോളം മതിയോ, അതല്ലെങ്കിൽ ഇത്ര വേഗത മതിയോ എന്ന ചോദ്യവുമുണ്ട്. AI അനുഭവമാണ് കേരള ടൂറിസം സമ്മാനിക്കുന്നതെങ്കിൽ ലോകത്തെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ എന്തിന് ഇവിടെ വരണം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. മൂന്നാറിലെയും വയനാട്ടിലെയും പ്രകൃതി ഭംഗിയും വാട്ടർഫോൾസും ആലപ്പുഴയിലെയും മറ്റ് കായലുകളിലെയും കേരളത്തിൽ അങ്ങോളമുള്ള കടൽ തീരവും മാത്രമല്ല ടൂറിസ്റ്റിനെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെയുള്ള ജീവിത രീതി, ആത്മീയത, കല, സാംസ്കാരിക തനിമ, ഭക്ഷണ രീതികൾ എന്നിവയെല്ലാം ടൂറിസ്റ്റുകളെ ഇവിടെ എത്തിക്കുന്നതിൽ നിർണായകമാണ്. ഇവയെ മികച്ച രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അടിസ്ഥാന സൗകര്യ മേഖലയുടെ ഡെവലപ്മെൻറ്റിന് AI കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. കേരളത്തിൻ്റെ ടൂറിസം വ്യവസായം ദീർഘകാലം കൊണ്ട് വളർത്തിയെടുത്ത ആതിഥേയ സംസ്കാരത്തിന് പേര് കേട്ടതാണ്. പക്ഷേ ഇന്ന് ആ പരമ്പരാഗത സേവനങ്ങളിൽ AI സാങ്കേതികവിദ്യ സംയോജിപ്പിച്ച് അത്ഭുതകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. കേരള ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മേഖലയിലെ സേവനങ്ങളുടെ നിലവാരം ഉയർത്തുകയാണ്. കേരള ടൂറിസം വകുപ്പ് നിലവിൽ പരമ്പരാഗത ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുകൾക്ക് പകരം റോബോട്ടിക് കിയോസ്കുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ കിയോസ്കുകൾ സഞ്ചാരികൾക്ക് ദൂരം, അവിടെയുള്ള അട്രാക്ഷൻ പോയിന്റുകൾ, പാക്കേജുകൾ തുടങ്ങിയ വിവരങ്ങൾ ഏതാനും ക്ലിക്കുകൾക്കുള്ളിൽ ലഭ്യമാക്കുന്നു. തിരുവനന്തപുരം, വർക്കല റെയിൽവേ സ്റ്റേഷനുകളിലെ പരമ്പരാഗത സെൻറ്ററുകൾ അടച്ച് ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. AI ഏറ്റവും വലിയ സംഭാവന പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് നൽകുന്നതിലാണ്. മൂന്നാർ സന്ദർശിക്കുന്ന ഒരു സഞ്ചാരിക്ക് അവിടുത്തെ കാലാവസ്ഥ, തിരക്ക് എന്നിവ കറക്റ്റായിട്ട് വിശകലനം ചെയ്ത് AI സിസ്റ്റം ബദൽ സ്ഥലങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും. ആലപ്പുഴയിലെ ബാക്ക് വാട്ടറിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരക്കുള്ള കനാലുകൾ ഒഴിവാക്കി ശാന്തമായ പാതകൾ കണ്ടെത്താനും ഇതിന് കഴിയും. സഞ്ചാരിയുടെ ഭക്ഷണ മുൻഗണനകൾ, ഇഷ്ടസ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞ് അനുയോജ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഇത് പ്രാപ്തമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തൊഴിലവസരങ്ങളിൽ 23.5% ഈ മേഖലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ കാണുന്ന നമ്പറിലേക്ക് ഹായ് എന്ന് അയച്ചാൽ മതി. 24/7 സേവനം നൽകുന്ന ഈ AI അസിസ്റ്റൻ്റ് നിങ്ങളോട് കേരളത്തിലെ പ്രത്യേകതകൾ, ഹോട്ടലുകൾ, ഗതാഗത മാർഗങ്ങൾ, കാലാവസ്ഥ, കോവിഡ് പ്രോട്ടോകോൾ എന്നിവയെക്കുറിച്ചെല്ലാം സംസാരിക്കും. തിരുവനന്തപുരം എയർപോർട്ടിലും വർക്കല റെയിൽവേ സ്റ്റേഷനുകളിലും സ്ഥാപിച്ചിരിക്കുന്ന AI കിയോസ്കുകൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഷ തിരിച്ചറിയുകയും സഹായം നൽകുകയും ചെയ്യും. ടൂർ പാക്കേജിൻ്റെ റേറ്റുകൾ, സമീപം കാണാനുള്ള സ്ഥലങ്ങൾ എല്ലാം തികച്ചും ഇൻറ്ററാക്റ്റീവായ അനുഭവമാണ് ഈ മാറ്റങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. കേരള ടൂറിസത്തിൻ്റെ പുതിയ വെബ്സൈറ്റ്, ആപ്പ്, മുസരീസ് വെർച്വൽ ടൂർ ഗൈഡ് എന്നിവയെല്ലാം വ്യക്തിഗത സെർച്ച്, അതല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് സെർച്ച് അൽഗോരിതങ്ങൾ, മുൻഗണനകൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ, ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ഇൻറ്ററാക്റ്റീവ് നരേഷൻസ് എന്നിവയെല്ലാം നൽകുന്നുണ്ട്. AI സിസ്റ്റങ്ങൾ കാലാവസ്ഥ, അല്ലെങ്കിൽ അവിടെയുള്ള തിരക്ക്, സമയം എന്നിവയെല്ലാം അനലൈസ് ചെയ്ത് സഞ്ചാരികൾക്ക് ബെസ്റ്റ് ടൂറിംഗ് റൂട്ടുകളും അതിനു പറ്റിയ സമയങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി മൂന്നാറിലെ തിരക്ക് കൂടുതലായാൽ ഇടുക്കി, വാഗമൺ എന്നിങ്ങനെ മറ്റിടങ്ങളിൽ സജസ്റ്റ് ചെയ്യാനാകും. ഡൈനാമിക് പ്രൈസിംഗ് സിസ്റ്റങ്ങൾ വഴി ഹോട്ടലുകൾ നേരത്തെ സീസൺ ഡിമാൻഡ്, പ്രാദേശിക ഇവൻറ്റുകൾ, അതല്ലെങ്കിൽ മത്സരാർത്ഥികൾ നിരക്കുകൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് മുറിയുടെ കൃത്യമായിട്ടുള്ള നിരക്കുകൾ വരെ തത്സമയം ക്രമീകരിക്കാൻ സാധിക്കും. ഇത് ടൂറിസം ബിസിനസ് ഗ്രോത്തും സാറ്റിസ്ഫാക്ഷനും മെച്ചപ്പെടുത്തുന്നതാണ്. സ്മാർട്ട് ഹോട്ടലുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ സ്മാർട്ട് ഹോട്ടലുകളിൽ AI എങ്ങനെ ഗസ്റ്റിന് മെച്ചപ്പെട്ട അനുഭവം സമ്മാനിക്കുന്നു എന്ന് നോക്കാം. സ്മാർട്ട് റൂം സിസ്റ്റം വോയിസ് കമാൻഡുകൾ തിരിച്ചറിഞ്ഞ് ലൈറ്റുകൾ, AC, TV എന്നിവ നിയന്ത്രിക്കുന്ന ചെക്ക് ഇൻ സിസ്റ്റങ്ങൾ, ഇതെല്ലാം റൂം സർവീസ് വളരെയധികം വേഗതയും കാര്യക്ഷമവുമായി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 2030 വിഷനിൽ കേരള ടൂറിസം ഹെലി ടൂറിസം, ക്രൂയിസ് ടൂറിസം, ലക്ഷറി റിട്രീറ്റ്സ് തുടങ്ങി പ്രീമിയം സേവനങ്ങൾ ഉൾക്കൊള്ളും. AI സിസ്റ്റങ്ങൾ ഫ്ലൈറ്റ് പാത്ത് ഒപ്റ്റിമൈസേഷൻ, വെതർ മോണിറ്ററിംഗ്, സേഫ്റ്റി മാനേജ്മെൻറ്റ് എന്നിവ സംയോജിപ്പിച്ച് സുരക്ഷയും ആസ്വാദ്യതയും ഉറപ്പാക്കുന്നുണ്ട്. ക്രൗഡ് മാനേജ്മെൻറ്റ്, എനർജി ഒപ്റ്റിമൈസേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയെല്ലാം AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും. എങ്കിലും ഈ സാങ്കേതികവിദ്യയുടെ നടപ്പാക്കൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഉയർന്ന ഇനീഷ്യൽ കോസ്റ്റ്, ഡാറ്റ പ്രൈവസി, സൈബർ സെക്യൂരിറ്റി, ടെക്നോളജി, പരിചയക്കുറവ് എന്നിവയെല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ, പരിശീലന പരിപാടികൾ എന്നിവ നടക്കേണ്ടതുണ്ട്. ജീവനക്കാർക്കും ടൂറിസ്റ്റുകൾക്കുമായി ഓർഗനൈസ് ചെയ്യുന്ന ഡിജിറ്റൽ ട്രെയിനിങ്,
അതിൽ മിഡിൽ വെയർ സൊല്യൂഷൻസ്, പാർട്ട്ണർഷിപ്പുകൾ എന്നിവ കേരള ടൂറിസത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. മറ്റു ചില നേട്ടങ്ങൾ കൂടി നമുക്ക് നോക്കാം. GDPയിലുള്ള ടൂറിസം സെക്ടറിലെ കോൺട്രിബ്യൂഷൻ ഇപ്പോഴുള്ളത് 10% ആണല്ലോ. 2030 20% ആക്കുകയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. AI ഉപകരണങ്ങൾ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കും, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ നമ്മൾ പുതിയ കാലത്തെ വെല്ലുവിളികളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ സജ്ജരാകണമെന്ന് മാത്രം. സൗകര്യങ്ങളും സേവന നിലവാരവും ഉയർത്തുന്നതിനൊപ്പം കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഇത് കാരണമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AI കേരളത്തിൻ്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഗുണകരമാവുമെന്നതിൽ ആർക്കും സംശയമില്ല. ലോകത്തിൻ്റെ മാറ്റങ്ങളോടും മുന്നേറ്റങ്ങളോടും നമുക്ക് മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല, ഒളിച്ചോടാനും. പരമാവധി AI സാധ്യതകൾ ഉപയോഗിച്ചേ തീരൂ. എന്നാൽ നമ്മുടെ പരമ്പരാഗത സംസ്കാരവും രീതികളും തുടർന്നുകൊണ്ട് തന്നെ വേണമെന്ന് മാത്രം.